യൂത്തിത്ത് 6-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആലോചന സംഘത്തിനും പുറത്തുണ്ടായിരുന്നവരുടെ കോലാഹലം നിലച്ചപ്പോൾ അസീസിയയിൽ സേനാധിപൻ ഹൊളോഫർണസ് അഖിയോറിനോടും മോബിനോടും വിദേശികളുടെ മുൻപിൽ വെച്ച് പറഞ്ഞു, അഖിയോറെ, എഫ്രൈം കുലങ്ങളെ, ഇസ്രായേൽ ജനതകളെ രക്ഷിക്കാൻ അവരുടെ ദൈവം ഉള്ളതുകൊണ്ട് അവരോട് യുദ്ധത്തിന് പോകരുതെന്ന് ഞങ്ങളോട് പറയാൻ നിങ്ങൾ ആരാണ്? നബൂഖദ്നേസറല്ലാതെ മറ്റാരാണ് ദൈവം? അവൻ സൈന്യത്തെ അയച്ച് അവരെ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അവരുടെ ദൈവം അവരെ രക്ഷിക്കുകയില്ല. രാജാവ് സേവകന്മാരായ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവരെ നശിപ്പിക്കും. ഞങ്ങളുടെ കുതിരപ്പടയുടെ ശക്തിയെ ചെറുത്തു നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഞങ്ങൾ അവരുടെ അഗ്നിക്കിരയാകും. അവരുടെ മലകൾ അവരുടെ രക്തം കുടിച്ച് മതിക്കും. വയലുകൾ അവരുടെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയും. ഞങ്ങളെ ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിവുണ്ടാവുകയില്ല. അവർ നിശേഷം നശിക്കും. ലോകം മുഴുവൻ്റെ നാഥനായ നബൂഖദ്നേസർ രാജാവിൻ്റെ വചനമാണത്. അവനാണ് സംസാരിക്കുന്നത്. അവൻ്റെ വാക്കുകൾ നിഷ്ഫലമാവുകയില്ല. എന്നാൽ അഖിയോർ, അമനോര്യരുടെ കൂലിക്കാരനായ നീ എന്ന് പറഞ്ഞത് ദ്രോഹകരമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ വംശത്തിൻ്റെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുന്ന ദിനം വരെ നിന്റെ മുഖം ദർശിക്കുകയില്ല. ഞാൻ മടങ്ങി വരുമ്പോൾ എൻ്റെ സൈന്യത്തിൻ്റെ വാളും എൻ്റെ ഭൃത്യന്മാരുടെ കുന്തവും ഏറ്റ് ശരീരം പിളർന്ന് നീ അവരുടെ പ്രണതകരുടെ കൂടെ വീഴും. ഇപ്പോൾ എൻ്റെ അടിമകൾ നിന്നെ മലപ്രദേശത്ത് പാതകളുടെ സമീപമുള്ള നഗരത്തിലൊന്നിൽ പാർപ്പിക്കാൻ പോവുകയാണ്. അവരോടൊപ്പം നശിക്കുന്നത് വരെ നീ മരിക്കുകയില്ല. അവർ പിടിക്കപ്പെടുകയില്ലെന്ന് സത്യമായി വിശ്വസിക്കുന്നുവെങ്കിൽ നീ മുഖം താഴ്ത്തിയിരിക്കുന്നത് എന്തിന്? ഞാനാണ് പറഞ്ഞത്. എൻ്റെ വാക്കുകൾ ഒന്നുപോലും പാഴാവുകയില്ല. അനന്തരം അഖിയോറിനെ പിടിച്ചുകൊണ്ടുപോയി ബെത്തൂലിയയിലെ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിക്കാൻ ഹൊളോഫർണസ് പാളയത്തിൽ തൻ്റെ പരിചാരകരായ അടിമകളോട് ആജ്ഞാപിച്ചു. അവർ അവനെ പാളയത്തിൽ നിന്ന് സമതലത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ മലനാട്ടിലേക്ക് കയറി ബത്തൂലിയയുടെ താഴ്വരകളുടെ അരികെ എത്തി. നഗരനിവാസികൾ അവനെ കണ്ടയുടനെ ആയുധങ്ങൾ കയ്യിലെടുത്ത് ഓടിക്കുന്നിൻ മുകളിലെത്തി. കവിണക്കാർ കല്ലുകൾ എറിഞ്ഞു. അവർ മുകളിലേക്ക് കടക്കാതെ തടഞ്ഞു. എങ്കിലും അവർ മലഞ്ചെരുവിൽ സുരക്ഷിത സ്ഥാനത്ത് എത്തി. അഖിയോറിനെ ബന്ധിച്ച് കുന്നിന്റെ അടിവാരത്തിൽ ഉപേക്ഷിച്ചിട്ട് യജമാന സന്നദ്ധിയിലേക്ക് അവർ മടങ്ങി. ഇസ്രായേൽ ജനം നഗരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ കണ്ടു. അവർ അവന്റെ കെട്ടുകൾ അഴിച്ച് ബത്തൂലിയയിൽ കൊണ്ടുവന്ന് നഗരത്തിലെ നീതിപീഠത്തിന് മുൻപിൽ നിർത്തി. ശിമയോൻ ഗോത്രജനായ മിഖയുടെ പുത്രൻ ഇസിയ, ഗോത്തോനിയാലിന്റെ പുത്രൻ കബ്രീസ്, മെൽക്കിയാസിന്റെ പുത്രൻ കാർമെസ് എന്നിവരായിരുന്നു അക്കാലത്തെ നീതിപാലകന്മാർ. അവർ നഗരത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. അവരുടെ യുവാക്കളും സ്ത്രീകളും സഭയിൽ ഓടിയെത്തി. അഖിയോർ ജനമധ്യത്തിലേക്ക് ആനയിക്കപ്പെട്ടു. സംഭവിച്ചതെന്തെന്ന് ഇസിയ അവനോട് ആരാഞ്ഞു. ഹൊളോഫർണസിന്റെ സദസ്സിൽ നടന്നതും അസീസിയർ നേതാക്കന്മാരുടെ മുൻപിൽ ഞാൻ പറഞ്ഞതും ഇസ്രായേൽ ഭവനത്തിനെതിരെ അങ്ങേയറ്റം ധിക്കാരത്തോടെ ഹൊളോഫർണസ് ജൽപ്പിച്ചതുമായ കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി. അപ്പോൾ ജനം ദൈവത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു ആരാധിച്ചു. അവർ അവിടത്തെയോട് നിലവിളിച്ചപേക്ഷിച്ചു, സ്വർഗത്തിന്റെ ദൈവമായ കർത്താവെ, അവരുടെ അഹങ്കാരം കാണണമേ. ഞങ്ങളുടെ ജനത്തിനെ ഏൽപ്പിക്കുന്ന അപമാനം ഓർത്ത് അവിടുന്ന് കരുണ കാണിക്കണമേ. അവിടുത്തെ സമർപ്പിത ജനതയെ കടാക്ഷിക്കണമേ. അവർ അഖിയോറിനെ ആശ്വസിപ്പിക്കുകയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. ഇസിയ അവന്റെ സദസ്സിൽ നിന്ന് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ശ്രേഷ്ഠന്മാർക്ക് ഒരു വിരുന്ന് നൽകുകയും ചെയ്തു. തങ്ങളെ സഹായിക്കണമേ എന്നവർ രാത്രി മുഴുവൻ ഇസ്രായേലിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദേവജവാൻ നാം കേട്ടത് നമുക്ക് സ്തുതിക്കാം. ക്രിസ്തുവിനെ സ്തുതി.